നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ആ മഹായുദ്ധത്തിന് പുറപ്പെടുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സൈനിക വിന്യാസമാണ്. നമുക്ക് ഏതെല്ലാം തരത്തിലാണ് നമുക്ക് ഈ യുദ്ധം ജയിക്കേണ്ടത്? ഈ യുദ്ധം ജയിച്ചേ മതിയാവും. നോ കോംപ്രമൈസ്. വെറുതെ ജയിച്ചാൽ പോരാ, തിളക്കമാർന്ന വിജയമുണ്ടാകണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞങ്ങളെല്ലാവരും കഠിനാധ്വാനം ചെയ്ത് 100-ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു. നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രസ്ഥാനത്തിന് ശക്തി പകരുകയാണ്. നേതാക്കളല്ല, വി.ഡി. സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലൊന്നുമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ വന്നുപോകും. ഞങ്ങളടക്കമുള്ള നേതാക്കൾ വന്നുപോകും. നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കാത്തുസൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ കടമ. സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും കേരളത്തിന് വേണ്ടി എന്ന് നമ്മൾ ജനുവരിയിൽ പ്രഖ്യാപിക്കും. ഓരോ വകുപ്പിലും പ്രഖ്യാപിക്കും. ലോങ് ടൈം പെർസ്പെക്റ്റീവോടുകൂടി 2030-ലെയും 2040-ലെയും കേരളം എന്തായിരിക്കണം, ആരോഗ്യ കേരളം എന്തായിരിക്കണം, കേരളത്തിലെ വിദ്യാഭ്യാസം എന്തായിരിക്കണം, കേരളത്തിലെ വെൽഫെയർ പ്രോജക്റ്റുകളും ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളും എന്തായിരിക്കണം, പ്രവാസികളെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എങ്ങനെ പങ്കാളികളാക്കാൻ നമുക്ക് കഴിയും, നമ്മുടെ ഗൾഫ് നാടുകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ കഴിയും, ആ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിയാക്കി കേരളത്തെ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും.